ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്ത് കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 7 സെൻറ്റിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം 5 ബാത്റൂമോടുകൂടി വരുന്ന കിഴക്കോട്ട് ഡയറക്ഷനോടുകൂടി നിൽക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. കാണുന്ന പോലെ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. 2 സൈഡിലും വഴി വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന വീട് തന്നെയാണ്. വീടിൻ്റെ മുന്നിലായി 5 മീറ്ററോളം വീതി വരുന്ന റോഡാണ്. ഈസിയായി 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാവുന്ന ഒരു വീതി ഇവിടെ ലഭിക്കുന്നുണ്ട്. അത് ഇൻ്റർലോക്ക് കട്ടവിരിക്കാനുണ്ട്. ചുറ്റുമതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലാഡിംഗ് ടൈലുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് തന്നെയാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. 3-4 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്ത് ലഭിക്കുന്നുണ്ട്. ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ കാണുന്ന ഈ ഒരു ഭാഗത്തായി ഒരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 100% കംപ്ലീറ്റ് ആയ വീട് തന്നെയാണ്. ഗാർഡൻ വർക്ക് മാത്രമേ ഇനി സെറ്റ് ചെയ്യാനുള്ളൂ. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കിയ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ലഭിക്കുന്നുണ്ട്. അവിടെ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കിഴക്കോട്ടാണ് വീടിൻ്റെയും ഡോറിൻ്റെയും ഡയറക്ഷൻ വരുന്നത്. ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് കയറി വരുന്നത് ലിവിംഗ് ഹോളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിംഗ് ഹോൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ലിവിംഗ് ഹോൾ തന്നെയാണ്. അവിടെ ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്ലോസി ഫിനിഷിംഗ് വരുന്ന വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിലാണ്. നേരെ കാണുന്ന ആ ഒരു പാർട്ടീഷൻ നമുക്ക് കാണാം. സെപ്പറേറ്റായി ഒരു ഫാമിലി ലിവിങ്ങും ലഭിക്കുന്നുണ്ട് വീടിൻ്റെ അകത്തായി. ഇനി ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ കാണാൻ കഴിയും. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയാണ് വീടിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. 2 വാഷ് കൗണ്ടർ ഏരിയ ഗ്രൗണ്ട് ഫ്ലോറിലായി ലഭിക്കുന്നുണ്ട്. നല്ലൊരു സ്റ്റൈലിഷായിട്ട് വരുന്നൊരു വാഷ് ഏരിയയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയായി ഒരു കോർട്ട്യാർഡ് സ്പേസ് ലഭിക്കുന്നുണ്ട്. അവിടെ ടഫൻ ഗ്ലാസിൽ സ്ലൈഡിങ്ങിൽ വരുന്ന ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ക്രോക്കറി ഷെൽഫുകളും ഓപ്പൺ ഏരിയ എല്ലാം കൊടുത്ത് മനോഹരമാക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു ഏരിയ കാണുന്നുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗ്രീനിഷ് കളറോടുകൂടി വരുന്ന കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയായി അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. അവിടെ ഒരു ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊവിഷനോട് കൂടി തന്നെയാണ് ആ ഒരു ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ കൂടാതെ നമുക്ക് വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസും കിച്ചൻ്റെ പുറത്തായി ലഭിക്കുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലായി വരുന്ന ഒരു ഫാമിലി ലിവിംഗ് പറഞ്ഞത് ഈ ഒരു ഭാഗത്തായാണ്. ഫുഡ് കഴിച്ചതിന് ശേഷമോ അല്ലാതെയോ നമുക്കൊരു റെസ്റ്റ് എടുക്കാവുന്ന ഒരു സ്പേസാണ് ഇവിടെ കാണാൻ കഴിയുക. ഇവിടെയും നമുക്ക് അത്യാവശ്യം സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ അടക്കം അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. 4 ബെഡ്റൂമിലും ഏകദേശം AC എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. എയർ കണ്ടീഷനോടുകൂടി തന്നെ വരുന്ന ബെഡ്റൂമുകളാണ്. സ്പ്ലിറ്റ് AC ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കെല്ലാം കാണാം. 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്.
ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. ജാഗൂറിൻ്റെ കൺസീലോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്താണ് ബാത്റൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇത് ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. മനോഹരമായ രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. വിശാലമായ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും ലഭിക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ സ്റ്റെയർ കേസ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് വരാം. ടഫൻ ഗ്ലാസും ടീക്ക് വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിംഗ് വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരും. ഒന്നാമത്തെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായൊരു ഹോളാണ്. നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ വരുന്നൊരു ഹോളാണ് മുകളിലെ നിലയിൽ ലഭ്യമാവുക. ഇവിടെയായി ടഫൻ ഗ്ലാസ് ക്ലോസ്ഡ് വിൻഡോ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഭാഗത്ത് മുകളിലെ ഹോളിലായി നമുക്ക് 3 ബാൽക്കണിയാണ് വരുന്നത്. ഈ ഒരു സ്പേസിലായി ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അവിടെയും ടഫൻ ഗ്ലാസും സ്റ്റീലെല്ലാം കൊടുത്ത് കവേർഡ് ചെയ്തിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൂടാതെ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. വലിപ്പമുള്ള വിശാലമായ ഒരു ബാൽക്കണി തന്നെയാണ് ഈ സ്പേസിലും വരുന്നത്. ഇനി ഹോളിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോള് തന്നെയാണ്. നമ്മൾ നേരത്തെ ലിവിംഗ് ഹാളിൽ നിന്നും കണ്ട ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ഒരു സ്പേസ് നേരെ കാണുന്ന ഈ ഭാഗത്താണ് വരുന്നത്. ആ ഷാൻലിയർ ലൈറ്റിൻ്റെ മുകൾ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലിവിംഗ് ഹാളിൽ ആര് വന്ന് ഇരുന്നാലും ആര് വന്നാലും നമുക്ക് കാണാവുന്ന രീതിയിലാണ് ആ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും സീലിംഗ് ഫാനും എയർ കണ്ടീഷനും കബോർഡ് വർക്കെല്ലാം കൊടുത്ത് തന്നെയാണ് മുകളിലെ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം കൺസീലോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിൽ നിന്നും താഴത്തേക്ക് ലഭിക്കുന്ന രീതിയിൽ സീലിംഗിൽ നിന്നുമാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റെയിൻ എഫക്റ്റ് നമുക്ക് ലഭിക്കും. അങ്ങനെ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിൽ വന്നെത്തി നിൽക്കുകയാണ്. ഇതിനും ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിവിടെയും എയർ കണ്ടീഷൻ നമുക്ക് കാണാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് 5ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. 5ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ മാത്രമേ എയർ കണ്ടീഷൻ കൊടുക്കാത്തതുള്ളൂ. ബാക്കി 4 ബെഡ്റൂമിലും എയർ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുള്ള ഈ ബെഡ്റൂമിലും സീലിംഗ് ഫാനും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കും പോകാം. അതിനു മുന്നേ വീടിൻ്റെ മറ്റുള്ള വിശദവിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്ത് കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന 7 സെൻറ്റിൽ 2900 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 1,40,00,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.